ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കുള്ളൊരു സംശയം, ഇതിൻ്റെ അകത്ത് ആരെങ്കിലും തൊട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് വ്യക്തതയില്ല. കാരണം അതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന്, പോലീസും RPF-ഉം ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നീക്കി ഒരു പരിശോധന നടത്തിയിട്ട് വേണം അടുത്ത നിലപാടിലേക്ക് പോകാനെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതൊരു ശരിയാണ്. കാരണം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പം പുറത്തുനിന്ന് നോക്കിയിട്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഉള്ളിൽ കൃത്യമായിട്ട് പരിശോധിച്ച് അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് സാധിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു, DGP വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, RPF-ൻ്റെ ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരു സംയുക്തമായ പരിശോധനയിലൂടെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ വേറെ ഇപ്പോൾ കാണുന്നതിനപ്പുറത്ത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മറ്റു കാര്യങ്ങൾ നീക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പുനർജനി കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വർഷം മുമ്പ് വിജിലൻസ് ഡയറക്ടർ ശുപാർശ കൊടുത്തിരുന്നു CBIക്ക്. അതായത് ആ കേസിൽ CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ ശുപാർശ. ഒരു വർഷം കഴിഞ്ഞിട്ടും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേസമയം നമ്മൾ ഈ കിഫ്ബി ഒക്കെ ഉള്ള കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കണ്ടതാണ്. കേന്ദ്ര ഏജൻസി സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ച് ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഉചിതമായ, പ്രത്യേകിച്ച് വിദേശവും പണവും വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട്. അല്ല, ഞാനതാ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി ഇപ്പോൾ എല്ലാ കാലത്തും വരുന്നുണ്ടല്ലേ, നോട്ടീസ് വരും, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും, അതൊക്കെ വരുന്നുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഒരു വർഷം മുമ്പ് കൊടുത്ത ശുപാർശ ഇപ്പോൾ വരില്ലല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഇന്റൻഷൻ അല്ല ഇതിൽ പ്രധാനം എന്നാണ് തെളിയുന്നത്. അതിനറിയില്ല കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാതെ VD സതീശനായതുകൊണ്ടാണോ CBI ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാത്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിലൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് തീരുമാനിക്കേണ്ട എന്നുള്ള കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്.